ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സനാസ് ബ്യൂട്ടി ടിപ്സ്. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. കുറച്ച് ദിവസമായിട്ട് ഞാൻ വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല, കാരണം എനിക്ക് റെക്കോർഡ് ചെയ്യാനുള്ള സമയം കിട്ടുന്നില്ല. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് ഒരു ഈസി ആയിട്ടുള്ള ഒരു ഒറ്റമൂലിയാണ് നമ്മുടെ മുഖത്തെ കുഴികളും മുഖത്തെ ചുണങ്ങുകളും മുഖക്കുരുവൊക്കെ മാറാനായിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ആദ്യം എടുത്തിരിക്കുന്ന ആര്യവേപ്പിലയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, പണ്ട് കാലത്ത് നമ്മുടെ മുഖത്തെ കുരുക്കളും പാടുകളൊക്കെ മാറാനായിട്ട് കോമൺ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒന്നാണ് ആര്യവേപ്പില. ഇന്ന് പക്ഷേ ആര്യവേപ്പിലയുടെ ഉപയോഗം പൊതുവെ കുറവാണ്. അപ്പോൾ ആര്യവേപ്പില വെച്ചിട്ടുള്ള ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫേസ് പാക്ക് ആണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ മുഴുവൻ കാണുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ ആര്യവേപ്പില ഒന്ന് നന്നായിട്ട് കഴുകിയിട്ട് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കണം. ഞാൻ വെള്ളത്തിന് പകരം തൈര് ഒഴിച്ചിട്ടാണ് അരച്ചെടുത്തിരിക്കുന്നത്. തൈരില്ലെന്നാണെങ്കിൽ വെള്ളത്തിലാണെങ്കിൽ അരച്ചെടുക്കാം. നമ്മുടെ മുഖത്തെ പാടുകളും കുരുക്കളും അതുപോലെ പിഗ്മെൻറ്റേഷനും ബ്ലാക്ക് ഹെഡ്സൊക്കെ റിമൂവ് ചെയ്ത് മുഖം നല്ല ക്ലിയർ ആവാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് ആര്യവേപ്പില. അപ്പം ഞാൻ ഇതിൽ നിന്ന് 2 ടീസ്പൂൺ ആര്യവേപ്പിലയുടെ പേസ്റ്റ് മറ്റൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. നമ്മുടെ മുഖത്തെ പാടുകളും കുരുക്കളും മാറാൻ വേണ്ടി മാത്രമല്ല കേട്ടോ, നമ്മുടെ മുഖം ഡ്രൈ ആണെങ്കിൽ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യാനും സഹായിക്കുന്ന ഒന്നാണ് ആര്യവേപ്പില. കൂടാതെ നമ്മുടെ സ്കിന്നിൻ്റെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും pH ബാലൻസ് കീപ്പ് ചെയ്യാനായിട്ടൊക്കെ സഹായിക്കുന്നുണ്ട്. ആര്യവേപ്പ് നല്ലൊരു സ്കിൻ ട്യൂണർ കൂടിയാണ് കേട്ടോ. നമുക്ക് സ്കിൻ ട്യൂണറായിട്ട് ഉപയോഗിക്കാൻ കൂടി പറ്റുമെന്നാണിത്. സ്കിൻ ട്യൂണർ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യുന്നതാണ്. അടുത്ത ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കസ്തൂരിമഞ്ഞളിൻ്റെ പൊടിയാണ് കേട്ടോ. സാധാരണ നമ്മൾ ചേർക്കുന്നത് പച്ചമഞ്ഞളാണ്. പച്ചമഞ്ഞൾ അരച്ചിട്ടാണ് ചേർക്കുന്നത്. ഇപ്പോൾ എൻ്റെ കയ്യിൽ പച്ചമഞ്ഞൾ ഇല്ലാത്ത കൊണ്ട് ഞാൻ കസ്തൂരിമഞ്ഞളിൻ്റെ പൊടിയാണ് ഇടുന്നത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. കസ്തൂരിമഞ്ഞൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസും ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസൊക്കെ ഉണ്ട്. നമ്മുടെ മുഖത്തെ സ്കിൻ ഇൻഫെക്ഷൻ മാറ്റാനും മുഖക്കുരും പാടുകളൊക്കെ മാറ്റാനും ഭയങ്കര ഇഫക്റ്റീവായിട്ടുള്ള ഒന്നാണ് കസ്തൂരിമഞ്ഞൾ. അതുപോലെ തന്നെ ചിലർക്ക് ഈ ഒരു പാക്ക് പിടിച്ചൊന്നും വരില്ല, കാരണം ആര്യവേപ്പാണെങ്കിലും കസ്തൂരിമഞ്ഞളാണെങ്കിലും ചില ആൾക്കാർക്ക് ചില സ്കിൻ ടൈപ്പിന് പിടിച്ചൊന്നും വരില്ല. അങ്ങനെയുള്ളവർക്ക് ഈ ഒരു പാക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. മറ്റെന്തെങ്കിലും ഒരു ഇഫക്റ്റീവായിട്ടുള്ള ഫേസ് പാക്ക് ട്രൈ ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ റെസിപ്പി, അതായത് നമ്മുടെ ഫേസ് പാക്ക്. നമ്മുടെ പഴമക്കാർ പറയുന്ന ഒരു ഒറ്റമൂലിയാണിത്, ആര്യവേപ്പും കസ്തൂരിമഞ്ഞളും. അപ്പോൾ എല്ലാവരും ഈ ഒരു പാക്ക് സ്കിൻ പിടിക്കുന്ന ആൾക്കാർ ഈ ഒരു പാക്ക് ട്രൈ ചെയ്യുക. നമ്മുടെ മുഖത്ത് ഒരുപാട് കുരുക്കളൊക്കെ ഉള്ളവർ ഈ ഒരു പാക്ക് ട്രൈ ചെയ്താൽ നമ്മുടെ മുഖത്തെ കുരുക്കളും പാടുകളും അതുപോലെ ചുണങ്ങൊക്കെ മാറാനായിട്ട് വളരെ നല്ലതാണ്. മുഖത്ത് ചുണങ്ങുള്ളവർ ആര്യവേപ്പും അതുപോലെ കസ്തൂരിമഞ്ഞളും കൂടി അരച്ചിട്ട് ആ ചുണങ്ങുള്ള ഭാഗത്ത് തേച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചുണങ്ങൊക്കെ അപ്രത്യക്ഷമാവും. അപ്പോൾ ഈ ഒരു പാക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. മിക്കവർക്കും അറിയാവുന്ന ഒന്നാണ്, കോമൺ ആയിട്ടുള്ള ഒന്നാണ്, പുതുമയുള്ളതൊന്നുമല്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ കണ്ടിട്ട് ചുമ്മാ അങ്ങ് പോകാതെ അടുത്തുള്ള സബ്സ്ക്രൈബ് ബട്ടണും ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് ആദ്യം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ.